SFIക്കാർ എപ്പോൾ സമരം ചെയ്തു കഴിഞ്ഞാലും അവർ ആദ്യം വിളിക്കുന്ന പത്രക്കാരല്ലേ. എന്തിനാണ് പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ കിട്ടിയിട്ടുള്ള പരാതികളിൽ ഒന്നും തന്നെ 1% പോലും പരാതികളിലും ഇതുവരെ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമസ്കാരം. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീ KM ഷാജഹാൻ സാറുണ്ട്. ഇന്ന് നമ്മുടെ വിഷയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരുപാട് നാളത്തെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ് ശ്രീ ഷാജഹാൻ സാർ. രാഷ്ട്രീയ രംഗത്തായിരുന്നാലും പൊതുപ്രവർത്തന രംഗത്തായിരുന്നാലും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. സാർ നമസ്കാരം. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ധൂർത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, നവകേരള സദസ്. എന്താണ് സാറിന് അതേക്കുറിച്ചുള്ള അഭിപ്രായം? സുമേഷ്, ഞാൻ ഏറ്റവും വലിയ ധൂർത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നില്ല. നമ്മൾ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് എന്താണ് പിണറായി സർക്കാർ ഈ പരിപാടിയിൽ നിന്ന് വിഭാവനം ചെയ്തിരുന്നത് എന്നിടത്തുനിന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സുമേഷ് ഓർമ്മയുണ്ടാവും, ഈ പരിപാടി നവംബർ 17-നാണ് ആരംഭിച്ചത്. ആരംഭിച്ചതിന് തൊട്ടു മുമ്പ് ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറഞ്ഞത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി മന്ത്രിസഭ ജനങ്ങളിലേക്ക് ചെല്ലുകയാണ് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്നത് എന്തിനാണ്? ജനങ്ങൾ മന്ത്രിസഭയെ അന്വേഷിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് പകരം മന്ത്രിസഭ 140 മണ്ഡലങ്ങളിലും ജനങ്ങളിലേക്ക് എത്തുകയാണ് എന്നും ആ 140 മണ്ഡലങ്ങളിൽ ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായി സംവദിച്ച് അതിന് ആ മണ്ഡലങ്ങളിൽ വെച്ചു തന്നെ അതിന് പരിഹാരം കാണത്തക്ക വിധത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും ജനങ്ങളെ കാണാൻ വേണ്ടി 140 മണ്ഡലങ്ങളിലേക്ക് പോകുന്നു. ഇതാണല്ലോ അവർ വിഭാവനം ചെയ്തതാണ്. അതാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇത് ഏതാണ്ട് 35-36 ദിവസം ഈ 140 മണ്ഡലങ്ങളിലും കൂടെ സഞ്ചരിച്ച് ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ എത്തിയിട്ട് ഏതാനും ദിവസങ്ങളായി. 23-ാം തീയതി വട്ടിയൂർക്കാവിൽ വെച്ചിട്ടാണ് ഇത് സമാപനം. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇത് 36 ദിവസം ഇത് നടത്തി. 36 ദിവസം ഇത് നടത്തിയത് കൊണ്ട് എന്ത് നേട്ടമാണുണ്ടായത് എന്ന് ഭരണകൂടത്തിനെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 140 മണ്ഡലങ്ങളിലും പോയി അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതായിരുന്നല്ലോ ഇവർ വിഭാവനം ചെയ്തത്. അതെ, ആ അങ്ങനെ വിഭാവനം ചെയ്തിരുന്നവർ ഞങ്ങൾ 140 മണ്ഡലങ്ങളിലും പോയി, ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചു, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഞങ്ങൾക്ക് ഇത്ര പരാതികൾ കിട്ടി, അത് ഇന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു, അതിൽ ഇത്ര പരാതികൾ ഞങ്ങൾ പരിഹരിച്ചു, ഇത്ര കോടി രൂപയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു, ഇന്ന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണല്ലോ സാധാരണഗതിയിൽ ഈ പറയുക. ഇത് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ 2011-16 കാലത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ജനസമ്പർക്ക പരിപാടിയുണ്ട്. ആ ജനസമ്പർക്ക പരിപാടി നമ്മൾ ഓർക്കും. കാരണം ഇതിന് സമാനമായൊരു അന്ന് ഒരുപാട് വിമർശിച്ചതാണ് ഇവരെല്ലാവരും. അതെ, വിമർശിച്ചാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ അത് 14 ജില്ലകളിലും ജനസമ്പർക്ക പരിപാടികൾ നടന്നിരുന്നു. ആ പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്തും അത് പൂർത്തിയായ സമയത്തും ഒക്കെ തന്നെ വളരെ കൃത്യമായി അന്നത്തെ ഭരണകൂടം എന്താണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്, എന്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര പരാതികൾ ഞങ്ങൾ പരിഹരിച്ചു, എത്ര കോടി രൂപയുടെ പരാതികൾ ഞങ്ങൾ പരിഹരിച്ചു, ഇത് വളരെ കൃത്യമായി അന്നത്തെ ആ ഗവൺമെൻറ് ജനങ്ങളെ പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് പിണറായി സർക്കാരിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ വിഭാവനം ചെയ്തിരുന്നത് ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പരിഹരിച്ചത്? എത്ര പരാതികൾ നിങ്ങൾക്ക് കിട്ടി? അതിലെത്ര പരാതികളിൽ നിങ്ങൾ തീർപ്പുണ്ടാക്കി? അത് ഏതൊക്കെ മേഖലകളിലായിരുന്നു? ഏതൊക്കെ വിഭാഗങ്ങളിലായിരുന്നു? എത്ര കോടി രൂപയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പറയുന്ന 6 ലക്ഷത്തോളം പരാതികൾ കിട്ടി. ഇനി ആ പരാതികളുടെ മേൽനോട്ടത്തിനായി ഒരു ഓഫീസറെ നിയമിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ കിട്ടിയിട്ടുള്ള പരാതികളിൽ ഒന്നും തന്നെ 1% പോലും പരാതികളിലും ഇതുവരെ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തേണ്ടത്. ഇനി ഇപ്പോൾ സുമേഷ് ചോദിച്ച ധൂർത്തിൻ്റെ പ്രശ്നം നമുക്കറിയാം. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ
ധൂർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നിരുന്നു. കാലിത്തൊഴുത്തിന്റെ പ്രശ്നം, മുഖ്യമന്ത്രിയുടെ കുളത്തിന്റെ നീന്തൽക്കുളം, ക്യാമറ, സുരക്ഷാ ക്യാമറ, അതുപോലെ തന്നെ ലിഫ്റ്റ്, ഹെലികോപ്റ്റർ, അങ്ങനെ ഒരുപാട് ധൂർത്തിന്റെ പ്രശ്നങ്ങൾ. ഇത് തുടങ്ങിയ സമയത്തും വലിയ തോതിൽ ധൂർത്തിന്റെ പ്രശ്നം വന്നിരുന്നു. കാരണം 1 കോടിയിൽ പരം രൂപയുടെ ലക്ഷറി ബസ്. അപ്പം ആ ബസ്സൊക്കെ എടുത്ത് ഇവരിത് തുടങ്ങിയ സമയത്ത് സത്യത്തിൽ എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ 2000-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത്. VS അച്യുതാനന്ദൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര നടത്തുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട യാത്ര അദ്ദേഹം മതികെട്ടാനിലേക്കാണ് നടത്തിയത്. മതികെട്ടാനിൽ നടത്താനായിട്ട് ശാന്തമ്പാറയിൽ ചെന്ന VS അച്യുതാനന്ദൻ ഒരു പൊട്ട ജീപ്പിലാണ് മതികെട്ടാനിലേക്ക് പോയത്. ആ ജീപ്പിൽ ഒരു കുഷ്യം പോലും അന്ന് 83 വയസ്സുകാരനായിട്ടുള്ള VS അച്യുതാനന്ദൻ. അപ്പം അങ്ങനെ VS അച്യുതാനന്ദൻ കുത്തനെയുള്ള കുന്ന് കയറി ഒരു പൊട്ട ജീപ്പിൽ പോയപ്പോഴാണ് ഇന്നത്തെ മഹാനായ മുഖ്യമന്ത്രി ഈ ബസ്സിൽ നിന്നിറങ്ങാൻ 2 പടിക്ക് പോലും ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചത്. അല്ല, അത് സാർ, മറ്റൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള ഒരു കസേരയ്ക്ക് വേണ്ടി 1,60,60,000 രൂപയാണ് മുടക്കിയത്. അതിനുവേണ്ടി മാത്രം ഈ യാത്ര 1.5 മാസത്തോളം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ധൂർത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? നമ്മുടെ ധൂർത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ സംസ്ഥാനം നേരിടുന്ന അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. ഏതാണ്ട് 4 ലക്ഷത്തിലധികം അടുത്ത് കോടി രൂപയുടെ കടം, പ്രതിശീർഷ കടം. എൻ്റെയും സുമേഷിൻ്റെയും തലയിലുള്ള പ്രതിശീർഷ കടം, ഇംഗ്ലീഷിൽ പെർ ക്യാപിറ്റ ഡെറ്റ് എന്നത്, അത് ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം വരും. നമ്മുടെ വരുമാനത്തിൻ്റെ ഏതാണ്ടൊരു 83% തുകയും ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കും വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നിലയിലുള്ള അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ഒരു പ്രതിസന്ധിയുണ്ട്. അതിന് സമാനമായി തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി, വിധവാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, മറ്റ് സഹായങ്ങൾ. അതോടൊപ്പം തന്നെ KSRTCയിലെ ജീവനക്കാർക്ക് മാസങ്ങളായിട്ട് പെൻഷനില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോൾ ഒരു വയോവൃത്തി അവിടെ ഇരിക്കുന്നു. എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു KSRTC. ഞാൻ ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ പെൻഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 14,000 രൂപ. ഈ 14,000 രൂപ 4 മാസമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അവരെന്നിട്ട് എന്നോട് പറയുകയാണ്, സാറേ എനിക്ക് ഒരു മാസം 6,000 രൂപയാണ് മരുന്നിന് വേണ്ടി മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഉള്ള പെൻഷൻ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്. സപ്ലൈകോയിലും റേഷൻ കടകളിലും ഒന്നും ഈ സബ്സിഡി ഉൽപ്പന്നങ്ങളില്ല. ഇല്ല, സപ്ലൈകോയിൽ ഇപ്പോൾ 50% വില കൂടാൻ പോവാണ്. അതൊരു വശം. അപ്പോൾ ഈ നിലയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ജനം അനുഭവിക്കുമ്പോഴും വലിയ തോതിൽ സർക്കാർ ധൂർത്ത് നടത്തിക്കൊണ്ടിരുന്നതിനിടയിലാണ് ഈ 1 കോടി രൂപയുടെ ഇതുമായി അവർ ഇറങ്ങി രംഗപ്രവേശം ചെയ്യുന്നത്. ചെയ്തപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത്? ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞു, ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിമാരും എല്ലാം കൂടെ പോകുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഔദ്യോഗിക വാഹനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഏതാണ്ട് 100-ലധികം വാഹനങ്ങളുമായി പോകുന്നു. ഇപ്പം ഞാനതിനൊരു കണക്കെടുത്തുകൊണ്ടിരിക്കും. എനിക്ക് പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഏതാണ്ടൊരു 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്ക് ചിലവ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നത്, ഓരോ കേന്ദ്രങ്ങളിലും. അപ്പോൾ അതിനേണ്ട 140 കോടി രൂപ. ഇപ്പോൾ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എൻ്റെ മണ്ഡലമാണ്. ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരാഴ്ചത്തെ ആഘോഷങ്ങളായിരുന്നു നടന്നത്. ഒരാഴ്ചത്തെ ആഘോഷം 10, 12, 15 മീറ്റർ പൊക്കമുള്ള വലിയ കട്ടൗട്ടുകളാണ് ഇപ്പോൾ കടകംപള്ളി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് കൊണ്ട് അടിസ്ഥാനപരമായി നടന്നത് എന്താണെന്നറിയോ? അടിസ്ഥാനപരമായി നടന്നത് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഖജനാവ് ഒന്ന് പെരുത്തു എന്നുള്ളതാണ്. ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ളൊരു പണസമാഹരണമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇത് 3 തരത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പാർട്ടിയുടെ ഖജനാവ് വീർത്തിട്ടുണ്ട്. 2, പാർട്ടി MLA-മാരുടെ പോക്കറ്റുകൾ വീർത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ഈ പൗരപ്രമുഖരുമായിട്ടുള്ള ഓരോ ദിവസത്തെ ചർച്ചയുടെ ഭാഗമായി നടന്നിട്ടുള്ള വലിയ പണപ്പിരിവുണ്ട്. ആ പണപ്പിരിവിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയനും കുടുംബവും ആകാനാണ് സാധ്യത. അപ്പോൾ ഇത്തരത്തിൽ 3 തരത്തിലുള്ള പണസമ്പാദനമാണ് ഇതിനകത്തൂടെ പ്രധാനമായും നടന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്, ഇതുകൊണ്ട് ഉണ്ടായ ഒരു നേട്ടം എന്നല്ല, ഇതുകൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എതിർക്കുന്നവരെ മുഴുവൻ അടിച്ചമർത്തും എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കാൻ കഴിഞ്ഞു. അതായത് സമൂഹത്തിൽ ഭയത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം, ഒരു വിത്ത് പാകുക, ഒരു ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ഒരു വിത്ത് പാകുക എന്നുള്ളത് നടന്നു. നമ്മൾ കണ്ടു, പഴയങ്ങാടിയിൽ ആണ് ആദ്യം ചെടിച്ചെടി കൊണ്ട് തല പൊട്ടിച്ച രക്ഷാപ്രവർത്തനം. അത് തിരുവനന്തപുരം വരെ തുടർന്നു. അപ്പം എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ജനങ്ങളുടെ ഈ തലയും കൈയും കാലും അടിച്ചു പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടും എന്നൊരു സ്ഥിതി. ഉദാഹരണത്തിന്, സുമേഷ് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ
കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ എൻട്രി അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ കാറ് പാർക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ പറഞ്ഞു ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട്ട് തർക്കിക്കുന്നില്ല, തർക്കിച്ചാൽ നിങ്ങൾക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടും. അപ്പോൾ അയാൾ ഇങ്ങനെ എന്താ സംശയത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു തർക്കിച്ച് നാളെ നിങ്ങളുടെ ലാത്തിക്ക് ഒരു അടി എനിക്കിട്ട് തന്നാൽ നാളെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടുന്ന സ്ഥിതി വരും. മനസ്സിലായോ? അപ്പോൾ ആ അർത്ഥത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ജനങ്ങളെ അടിച്ചമർത്തുന്നവർക്ക് ഒരു പുരസ്കാരം കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള സന്ദേശം ആരെങ്കിലും എതിർത്ത് വന്നാൽ അവരുടെ തലയടിച്ചു പൊട്ടിക്കും, അവരുടെ കൈയടിച്ചു പൊട്ടിക്കും, കാലടിച്ചു പൊട്ടിക്കും. മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മാധ്യമപ്രവർത്തകരുടെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. എന്താ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ളത്? ഈ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ളത് അവരുടെ അവരിൽ അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷൂ എറിയാൻ പോയെടുത്ത് ഒരു മാധ്യമപ്രവർത്തകയുമായി ആ പ്രതി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിലെന്താണ് അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. SFIക്കാർ എപ്പോൾ സമരം ചെയ്തു കഴിഞ്ഞാലും അവർ ആദ്യം വിളിക്കുന്ന പത്രക്കാരല്ലേ. ഗവർണർ ഇന്ന വഴിയിൽ കൂടി വരുന്നു, ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കരിങ്കൊടി കാണിക്കും എന്ന് പറയുന്നത് SFIക്കാരല്ലേ, അവർ മാധ്യമപ്രവർത്തകരല്ലേ വിളിച്ചത്. ഞങ്ങൾ പോലീസുമായിട്ട് ഞങ്ങൾ സംഘർഷം ഉണ്ടാകാൻ പോകുന്നു, ഇത് അവരല്ലേ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വകുപ്പുകൾ 120B എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചന. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കൊലപാതകവും ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. 308 എന്ന് പറയുന്ന വധശ്രമത്തിനുള്ള വകുപ്പ്, 34 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, അതാണ് അൺലോഫുൾ അസംബ്ലി, അതിൻ്റെ വകുപ്പ്. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഷൂ എറിഞ്ഞ കേസിൽ പ്രതിക്കെതിരെ പോലും ഈ 120Bയും 308ഉം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞതാണ്. അതെ, പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇത്രത്തോളം അപഹാസ്യരാകുന്നത്? കാരണം പോലീസുകാർക്ക് അറിയാം, പല അനുഭവങ്ങളും മുൻപേ ഉണ്ടായിട്ടുണ്ട്. കാരണം കോടതി ചെല്ലുമ്പോൾ ജഡ്ജി എടുത്തെറിയും എന്നുള്ള കാര്യം അവർക്കറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് അവർ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്? സുമേഷ്, ഞാനതിനകത്ത് ചോദിക്കുന്ന ചോദ്യം തിരിച്ച് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള DGP ആണ്. അയാളുടെ പേര് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നുള്ളതാണ്. നമുക്കറിയാം ടി പി സെൻകുമാറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോഴത്തേക്കും പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കേസിൽ കോടതി പറഞ്ഞതാണ് DGPയുടെ സ്ഥാനത്ത് വന്നാൽ അയാൾ പോകുന്നതും വരെ ആ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാനേ പറ്റില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ താൻ ആ സ്ഥാനത്ത് നിന്ന് പോകുന്നത് വരെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല എന്നറിയാവുന്ന DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്തിനാണ് പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അതിന് മുൻ അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ എടുത്ത് നോക്കാം. ലോക്നാഥ് ബെഹ്റ, KV എബ്രഹാം, അതുപോലെ VP ജോയ്, ഇവരെല്ലാവരും ഇപ്പോൾ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മറ്റൊരു ജോലിയിലാണ്. ആയിരിക്കാം. പക്ഷേ ഒരു DGP എന്ന് പറഞ്ഞാൽ ആ DGPക്ക് ഒരു വ്യക്തിത്വം വേണ്ടേ? വ്യക്തിത്വമുള്ള ആളുകൾ ഈ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ഹോർമിസ് തറയിൽ ഇരുന്നിട്ടുണ്ട്, ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾ ഇരുന്നിട്ടുണ്ട്. TP സെൻകുമാർ DGP ആയിരുന്ന സമയത്തും വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട ചോദ്യം ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. ആ ക്രമസമാധാന പാലനത്തിന് പകരം ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നു ഒരു പോലീസ് എന്ന് പറയുമ്പോൾ അതിന് തടയിടാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത, കടമ എന്നുള്ളത് ഒരു DGPക്കുള്ളതല്ലേ? തീർച്ചയായിട്ടും. അപ്പം അവിടെ ലോക്നാഥ് ബെഹ്റയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വ്യത്യാസം എന്താണ്? ലോക്നാഥ് ബെഹ്റ ഇങ്ങനത്തെ ഒരു കാശിന് കൊള്ളാത്തവനാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ആൾക്ക് ഇച്ഛാശക്തിയുള്ള ആളാണ്. അയാളുടെ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ തെറ്റിദ്ധാരണയായിരുന്നുവെന്നും P. ശശി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളാണ് ദർവേഷ് സാഹിബ് എന്നാണ് അയാൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യം, എന്തിനാണ് DGP ഇത്ര നാണം കെട്ടവനായി മാറുന്നത്?